ഹലോ നമസ്കാരം, JTM ക്രിയേഷൻസ് കൊച്ചിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ അളിയൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അളിയ നമുക്ക് ബീച്ചിൽ പോകണം, കല്ലുമ്മക്കായ പറിക്കണമെന്നൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും അളിയനും അളിയൻ്റെ അനിയനും എല്ലാവരും കൂടി ഇന്ന് ബീച്ചിൽ പോയി. ഞങ്ങൾ കല്ലുമ്മക്കായ കുറച്ചധികം പറിച്ചെടുത്തു. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അതിനുശേഷം അത് കഴുകി നമ്മൾ ആവി കയറ്റുന്നതിന് വേണ്ടി അടുപ്പത്താക്കിയതിന് ശേഷം അത് നല്ലപോലെ ആവി കയറിയപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പുളർന്ന് വരുന്ന സംഭവം പൊട്ടിപ്പുളർന്ന് വരും. അതിനുശേഷം അത് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്തു നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും കക്ക ഇറച്ചി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി വേർപെടുത്തി എടുത്തു. നല്ല രീതിയിൽ തന്നെ, നല്ല ചൂടാണ്, അതുകൊണ്ട് കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ പൊള്ളുന്നതുകൊണ്ട് കൈ ഇങ്ങനെ ഇടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കക്ക ഇങ്ങനെ വരുന്നു. ആ കക്ക നമ്മളിങ്ങനെ പറിച്ചെടുത്ത് നല്ല രീതിയിൽ ആവി കയറ്റി കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി പുളർന്ന് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കക്ക ക്ലീൻ ചെയ്ത് എടുക്കണം. പിന്നെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക, അതിന് പുല്ല് പോലത്തെ ഒരു സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അഴുക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നെക്കിയും അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തു. നല്ല രീതിയിൽ തന്നെ അത് 2 പാത്രത്തിലാക്കി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് ഫ്രൈ ആക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി എല്ലാം ഇട്ട് നല്ല രീതിയിൽ തന്നെ അത് ഫ്രൈ ആക്കിയെടുത്തു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ.